അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഫിഷ് നിർമ്മാണം കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ നിർമ്മാണമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ, തൈര് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് ആദ്യം ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരിട്ട് കൊടുത്തിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് അതായത് ആദ്യം മാഗ്നേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് ഒരു 1 ഹവറെങ്കിലും മാറ്റി വെക്കുക. അതിനുശേഷം ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന സമയം കൊണ്ട് മസാല സെറ്റ് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. അതേപോലെ അരച്ച് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 വാഴയില വെച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നിർമ്മാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.